അങ്ങനെ ദേവി പാതാള ലോകത്തിനടുത്തുള്ള ഒരു സ്ഥലത്തെത്തി. മനോഹരമായി ഒരു പുല്ലാങ്കുഴൽ ഊതി. ശുംഭനിശുംഭന്മാർ പാർവതീദേവിയുടെ പുല്ലാങ്കുഴൽ സംഗീതത്തിൽ മയങ്ങിപ്പോയി. ദേവിയെ ബലം പ്രയോഗിച്ചു കൊണ്ടുവരാൻ ധൂമ്രലോചനനോട് നിർദ്ദേശിച്ചു. ധൂമ്രലോചനനാകട്ടെ 60,000 ഭൂതങ്ങളുടെ അകമ്പടിയോടെ ഭഗവതിയുടെ അടുത്തേക്ക് പോയി. തുടക്കത്തിൽ തന്നോടൊപ്പം വരാൻ അവൻ ദേവിയോട് അഭ്യർത്ഥിച്ചു. തൻ്റെ നിർദ്ദേശം സ്വീകരിച്ചില്ലെങ്കിൽ ബലമായി കൊണ്ടുപോകുമെന്നായി പിന്നീട്. അങ്ങനെ ഭീഷണി വല്ലാതെ അങ്ങ് മുഴങ്ങി. അദ്ദേഹത്തോടൊപ്പം പോകാൻ ഭഗവതിയാണെങ്കിൽ വിസമ്മതിക്കുകയും ചെയ്തു. ധൂമ്രലോചനനാകട്ടെ ദേഷ്യത്തോടെ ദേവിയോട് അടുത്തു. ദേവി ഉച്ചത്തിൽ ഗർജിച്ചു. ദേവിയുടെ ഈ ഗർജനം പ്രപഞ്ചലോകം ഒട്ടാകെ മുഴങ്ങി. അതിൻ്റെ ഫലമായി ധൂമ്രലോചനൻ്റെ ശരീരം ഭസ്മമായി. നന്മയുടെയും തിന്മയുടെയും അനിവാര്യമായ ഏറ്റുമുട്ടൽ. കാളിയും ധൂമ്രലോചനനും തമ്മിലുള്ള